കേരളത്തിലെ സുറിയാനി സഭ എന്ന് പറയുന്നത് സിറിയൻ ഭാഷ ആരാധനാക്രമത്തിൽ ഉപയോഗിക്കുന്ന തോമാസ് ലിഹ എന്നും വിശ്വാസം സ്വീകരിച്ച സഭാ സമൂഹം. കത്തോലിക്ക സഭ, യാക്കോബായ സഭ, ഓർത്തഡോക്സ് സഭ, മാർത്തോമ സഭ, ഇങ്ങനെ തോമാസ് ലിഹയുടെ പൈതൃകം പേറുന്ന സുറിയാനി സഭയ്ക്ക് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട തിരുനാളാണ്, കടമുള്ള ദിവസമാണ് ജൂലൈ 3 ദുഗ്രാന തിരുനാൾ. ഈ പ്രാവശ്യത്തെ ദുഗ്രാന തിരുനാളിനോടനുബന്ധിച്ച് ചമ്പന്നൂര് സെന്റ് റീത്താസ് പള്ളിയുടെ അങ്കണത്തിൽ ഒരു മെഗാ മാർഗം കളി ഞങ്ങൾ സംഘടിപ്പിക്കുകയാണ്. ഈ ഇടവകയിലെ ബഹുഭൂരിപക്ഷം എല്ലാ സ്ത്രീകളും, അമ്മമാര്, കുഞ്ഞുങ്ങളെല്ലാം ചട്ടയും മുണ്ടും ധരിച്ച് മാർഗം കളി പഠിച്ച് അതൊരു വലിയ പരിപാടിയായിട്ട് ഈ പള്ളിയുടെ തിരുക്കർമ്മങ്ങൾക്ക് ശേഷം വൈകുന്നേരം 6 മണിക്കുള്ള വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പള്ളി അങ്കണത്തിൽ നടത്തും. അന്നത്തെ വിശുദ്ധ കുർബാനയില് എല്ലാ അമ്മമാരും, സ്ത്രീകളും, വനിതകളെല്ലാം ചട്ടയും മുണ്ടും വേഷത്തിൽ വരും. എന്തിനാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് വെച്ചാൽ, സുറിയാനി സഭയുടെ പൈതൃകമായ ഒരു പാരമ്പര്യമാണ് മാർഗം കളി എന്ന് പറഞ്ഞാൽ. തോമാസ് ലേഹ കേരളത്തിൽ വന്നു എന്നും AD 52 കൊടുങ്ങല്ലൂർ വന്നു, AD 72 മൈലാപ്പൂര് ചിന്നമലയിൽ വെച്ച് രക്തസാക്ഷിത്വം വഹിച്ചു. അങ്ങനെ തോമാസ് ലേഹയുടെ പ്രവർത്തനങ്ങളെ പഴയ കാലം മുതൽ ഇന്നത്തെ തലമുറയ്ക്ക് പകർന്നു കൊടുത്തുകൊണ്ടിരുന്ന, എഴുത്തും വായനയൊന്നും ഇല്ലാത്ത കാലത്ത് ആ ചരിത്രം തലമുറകൾക്ക് പകർന്നു കൊടുത്തുകൊണ്ടിരുന്ന ഒരു കലാരൂപമാണ് മാർഗംകളി. മാർഗംകളി പാട്ട്, റംബാൻ പാട്ട്, അങ്ങനെ ചില ഗീതങ്ങളിലൂടെയാണ് ഈ തോമാസ് ലിഹയുടെ കേരളത്തിലെ വരവിന്റെ പാരമ്പര്യം, ഇവിടുത്തെ പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വം ക്രൈസ്തവ സഭയ്ക്ക് ഈ നാട്ടിൽ പരിചയപ്പെടുത്തിക്കൊണ്ടിരുന്നത്. ചട്ടയും മുണ്ടും സുറിയാനി സ്ത്രീകളുടെ ആഢ്യതയുടെ ഒരു വസ്ത്രമായിരുന്നു. ഇന്ന് വളരെ 1-2 പേരാണ് ഒരേ ഇടവകയെടുത്താൽ ചട്ടയും മുണ്ടും ധരിക്കുന്ന അമ്മമാര്. അവരുടെ കാലം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ വസ്ത്രം തന്നെ അന്യമായി കൊണ്ടിരിക്കുകയാണ് പുതിയ തലമുറയ്ക്ക്. കാരണം ഇപ്പോൾ അത് ആരും ധരിക്കുന്നില്ല. മാർഗംകളിക്ക് ഉള്ള ഒരു പ്രത്യേക വസ്ത്രമായിട്ട് അത് കണക്കാക്കണം. സത്യത്തിൽ നമ്മുടെ കേരളത്തില് ജാതി വ്യവസ്ഥ അതിരൂക്ഷമായിരുന്ന കാലഘട്ടത്തില് ഇവിടുത്തെ സ്ത്രീകൾക്ക് മറയ്ക്കാനുള്ള സ്വാതന്ത്ര്യമില്ലാതിരുന്ന കാലത്തിൽ നമുക്കറിയാം, ചന്നാർ ലഹളയൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ കേരളത്തിൽ നടന്ന സംഭവമാണ്. മറയ്ക്കാനുള്ള അവകാശം ഇല്ലാതിരുന്ന കാലത്തിൽ രാജാക്കന്മാര് സുറിയാനി സ്ത്രീകൾക്ക്, ക്രൈസ്തവ സ്ത്രീകൾക്ക് മറയ്ക്കാനുള്ള അവകാശം കൊടുത്തു. അതിൽ നിന്നാണ് ചട്ട എന്ന വസ്ത്രധാരണ രീതി, ചട്ടയും മുണ്ടും എന്ന വസ്ത്രധാരണ രീതി രൂപപ്പെട്ടത്. അതത്ര വല്ല മാർഗംകളിയുടെ അവസരങ്ങളിലൊക്കെ കാണിക്കേണ്ട ഒരു പരിഹാസ്യമായ ഒരു വസ്ത്രധാരണ രീതിയല്ല. അതൊരു പഴമയുള്ള ആഢ്യതയുടെ ഒരു മനോഹരമായ വസ്ത്രധാരണ രീതിയാണ്. ഇപ്പോ പല അമ്മമാരുടെയും മാതാപിതാക്കളുടെ ഒക്കെ ചിത്രങ്ങൾ വീടിന്റെ ഭിത്തിയിലിരിക്കുമ്പോൾ ഇപ്പോഴത്തെ തലമുറ ചോദിക്കുക, എന്ത് ഫണ്ണി, എന്ത് വസ്ത്രമാണത്? കാരണം പലർക്കും അത് പരിചയമില്ല. ഇനി പരിചയമില്ലാത്ത, ചട്ടയും മുണ്ടും പരിചയമില്ലാത്തൊരു തലമുറ നമ്മുടെ നാട്ടിൽ വളർന്നു വരികയാണ്. അപ്പോൾ ഇനി വരുന്ന തലമുറയെ ആ വസ്ത്രത്തിന്റെ പ്രാധാന്യം പരിചയപ്പെടുത്തുക. മാർഗം കളിക്ക് തോമാസ് ലിഹയുടെ വരവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ജൂലൈ 3-ാം തീയതി വൈകുന്നേരം 6 മണിക്ക് ഈ ദേവാലയത്തിൽ, സെന്റ് റീത്താസ് ചർച്ച് ചമ്പന്നൂരില്, എല്ലാ യുവതികളും, അമ്മമാരും, വനിതകൾ, സ്ത്രീകൾ ചട്ടയും മുണ്ടും വേഷം ധരിച്ച് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും. അതിനുശേഷം അവരെല്ലാവരും കൂടി നടത്തുന്ന മെഗാ മാർഗംകളി, 100-ലേറെ അമ്മമാരും കുട്ടികളൊക്കെ പങ്കെടുക്കുന്ന മെഗാ മാർഗംകളി പള്ളിയുടെ മൈതാനത്തിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് എല്ലാവർക്കും നേർച്ച വിരുന്ന് കൊടുക്കുകയും ചെയ്യും. ഇവിടെ വരുന്ന എല്ലാവർക്കും നേർച്ച സദ്യ ഉണ്ടാവും. ഇത് നടത്തുന്നത് സുറിയാനി സഭയുടെ പാരമ്പര്യം നിലനിർത്തി കൊണ്ടുപോവുക, ആ വസ്ത്രധാരണ രീതി വരും തലമുറയ്ക്ക് പരിചയപ്പെടുത്തുക. ഈ മാർഗം കളി എന്നത് വെറും ഒരു കലാരൂപമല്ലാതെ എന്തിന് ആ കലാരൂപം കേരളത്തിൽ അവതരിച്ചു, എന്തുകൊണ്ട് രൂപപ്പെട്ടു, അതിന്റെ ചരിത്രപരമായ പ്രാധാന്യം അതിന്റെ സാംസ്കാരിക തലമുറയെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഞങ്ങളുടെ ചമ്പന്നൂർക്കാര് ഇന്ന് ഏറെ സന്തോഷത്തിലാണ്. കാരണം ജൂലൈ 3 ചമ്പന്നൂരിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് തന്നെയാണ് ഒരു മെഗാ മാർഗം കളിക്ക് സാക്ഷ്യം വഹിക്കുക. ഇതുവരെ ആരും ചെയ്യാൻ മുതിരാത്ത ഒരു വലിയ സംരംഭത്തിന് നമ്മുടെ പ്രിയ വികാരിയച്ഛൻ പോൾ കൈപ്രമ്പാടൻ അച്ഛനാണ് ഇതിന്
നേതൃത്വം നൽകുക. ഈ നാട്ടിലെ അമ്മച്ചിമാരും സ്ത്രീകളും കുട്ടികളടക്കം ആബാലവൃത്തം ഇടവകക്കാരും ഈ സന്തോഷത്തിൽ പങ്കുചേരാൻ വേണ്ടി ഏറ്റവും ഉത്സാഹത്തോടെ നോക്കിയിരിക്കുന്ന ഒരു ദിവസമാണ് ജൂലൈ 3. ഈ ജൂലൈ 3 വിശുദ്ധ തോമാസ് ലീഗ നമുക്ക് പകർന്നു തന്ന ആ വിശ്വാസം മാർഗംകളി എന്ന കലാരൂപത്തിലൂടെ ഈ പുതുതലമുറയെ കാണിക്കുവാനും അത് പരിചയപ്പെടുത്തുവാനും വേണ്ടി കാണിക്കുന്ന ഈ ഉദ്യമത്തിലേക്ക് എല്ലാ നല്ലവരായ സുഹൃത്തുക്കളെയും സാദരം ചമ്പന്നൂർ ഈത്തപ്പള്ളിയുടെ മണ്ണിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു, പ്രാർത്ഥനകളും നേരുന്നു. വികാരിയച്ഛൻ ഇങ്ങനൊരു കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഇടവകയിലെ എല്ലാ അംഗങ്ങളും, സ്ത്രീകളും കുട്ടികളും അമ്മമാരും എല്ലാം വളരെയധികം സ്നേഹത്തോടെയും സന്തോഷത്തോടെയും സ്വീകരിച്ചു. കാരണം ഇതുവരെ ഇങ്ങനെയൊരു പരിപാടി, ഈ മാർഗംകളി പണ്ടൊക്കെ വിശ്വസിച്ച പോലെ അതൊരു മാർഗംകളിക്ക് വേണ്ടിയുള്ള വസ്ത്രമായിട്ട് മാത്രം കണക്കാക്കിയ ഈ വസ്ത്രത്തിന്റെ പ്രാധാന്യം അച്ഛൻ ഇവിടെ വിളിച്ചു പറഞ്ഞപ്പോൾ എല്ലാവർക്കും അതിന്റെ പ്രാധാന്യം മനസ്സിലാവുക, അതനുസരിച്ച് വളരെയധികം ഭക്തിയോടെ സഭയുടെ ചരിത്രത്തെ ഒത്തിരി ഉയർത്തിപ്പിടിക്കുന്ന രീതിയിലുള്ള ഈ ഇങ്ങനെയൊരു പരിപാടി ചെയ്യുവാനായിട്ട് എല്ലാവരും വളരെയധികം സന്തോഷത്തോടെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ അതിനു വേണ്ടിയിട്ട് എല്ലാ അമ്മമാരും കുട്ടികളും ഇടവകയിലെ ജനങ്ങളും മൊത്തത്തിൽ അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ലപോലെ ഭക്തിയോടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്രയ്ക്കും പ്രാധാന്യം കൊടുത്തിട്ടാണ് ഞങ്ങൾ, എൻ്റെ കൈക്കാരൻ നിലയിൽ പറയാനുള്ളത്, അച്ഛൻ്റെ ഈ ഉദ്യമത്തിന് ഒത്തിരിയധികം സ്നേഹവും നന്ദി അറിയിക്കുന്നു. ഇനിയും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അച്ഛന് ഞങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു.